അവള് നിന്നെ വിളിച്ചായിരുന്നോടാ? എവിടെന്ന്? അതിനുശേഷം അവളുടെ ഒരു അനക്കവും ഇല്ല, DP ഇല്ല, വിളിച്ചാ കിട്ടുന്നതും ഇല്ല. അപ്പൊ ബ്ലോക്ക് എന്റെ കഷ്ടകാലം. It's okay, it's fine. We don't need वो fake looks, है ना? Fake चाहिए हमें person भाई. छोड़ दी. പിന്നെ എല്ലാം ബ്ലറായിരുന്നു. അടി ഇടി മയക്കുമരുന്ന് പോലീസ് ജയില്. ये हफ्ता लिटरली ये दिन बहुत डार्क डे था इनके लिए. മനുഷ്യനെ വഴി തെറ്റിക്കാനായിട്ട്. നിനക്കൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടാടാ? എവിടെന്ന്? ഞാൻ പിന്നെ ഉറങ്ങുന്ന പോലെ ആക്ട് ചെയ്യും. ഇല്ലേ വീട്ടുകാർ വിചാരിക്കും ഇനി ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതിരിക്കണം. ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്കിനി നാട്ടുകാരെ ഫേസ് ചെയ്യാൻ വയ്യ. ഏയ് ഇത്ര നാളായില്ലേ, നാട്ടുകാരതൊക്കെ മറന്നു കാണും. അല്ലേ തന്നെ നമ്മളെ കാര്യം നോക്കിയിരിക്കില്ലല്ലേ? People won't forget भाई. ഇത് എല്ലാരും അറിഞ്ഞൊന്നും കാണൂല. സ്കൂള്, പോലീസ്, लोगों को लग रहा है कि वो लोग भूल जाएंगे. People won't forget. उन लोग को लग रहा है कि भूल जाएंगे कि है ना, लोग है ना, they don't take drugs anymore. ऐसा कुछ नहीं है भाई. നമ്മളെ बार-बार ताने सुनाते കുറച്ച് रहेंगे. നാളത്തേക്ക് ഇനി ഒരുമിച്ച് ഒരിടത്ത് ഇരിക്കണ്ട. इससे क्या होगा? എടാ മോനെ, ഇവനെ നിനക്ക് പരിചയം വല്ലതും ഉണ്ടോ? ഇല്ല, ഇത് ആരാമാ? കഴിഞ്ഞ ദിവസം ഡ്രഗ്സ് അടിച്ച് പോലീസിനെ കുത്തിയോനാ. ഇനി ഇവന്റെ വല്ല കമ്പനിക്കാരനാണോ അറിയാൻ വേണ്ടി ചോദിച്ചില്ല. यार ये तो ऑलरेडी बैंड बजी पड़ी और बैंड बजाना है क्या? क्या? क्या ये? ഇതൊക്കെ എന്തിനാച്ചാ? എന്റെ കർത്താവേ, ഇവന്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സത്താന്റെ പിടിയിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ അപ്പാ. Exorcism चल रहा है भाई, हाई लेवल exorcism. മുന്നിൽ പുഞ്ചിരിതോ കടചേച്ചി, പിന്നിൽ എന്തിനെയെ ക്ഷണികാച്ചി, പല ദൂഷണം പരത്തണ പൂച്ചി, എല്ലാ വീട്ടിലും മാറി പാടി ചേച്ചി ശുദ്ധീകരിക്കും ട്ടാ. കൊച്ചു കേരളത്തിന് एक बार किया था वो भी ना जाने तरीके, मतलब जानते नहीं थे वो लोग भाई, अब जान गए. Excuse me. ओ गॉड, पूरे जगह पता चल गया है क्या? കാടി വെച്ച തീവ്രവ്യാധി അണ്ടനും അണ്ടനുമാതി ചിന്തകരോ അവരാതി ये कौन लोग हैं और कहाँ से आ रहे हैं? ഇവൻ കള്ളും കഞ്ചാവും വലിച്ച് തിരിഞ്ഞു. वाह, अब गुस्सा भी ये लगता है. वेरी गुड. എന്തൊക്കെയാണ് നടക്കുന്നത്? माय एंजल, इसको क्या हो गया? छी. അയ്യേ, കണ്ണീന്നൊക്കെ ഒളിക്കണേ. നാണം ഉണ്ടാടാ പട്ടിയെ പോലെ വാങ്ങാൻ. വാണമേ. कैसा भाई है यार इसका? എന്റെ സാറിനൊന്ന് തല്ലണം, ഭയങ്കര ചൊറയാ. പൊട്ടിക്കണോന്ന് പറഞ്ഞാൽ നിങ്ങളെ സാറിനെ പൊട്ടിച്ചാണല്ല, ജസ്റ്റ് ഒന്ന് തല്ലിയത്. अबे क्या लग रहे गुंडे पाए, क्या लग रहे हैं लोग? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നാട്ടുകാർ പറയുന്ന കേട്ടിട്ടിരിക്കാനാണെങ്കിലേ ദേവിടെങ്കിലും ഇരിപ്പേ ഉണ്ടാവുള്ളൂ. ഉള്ള സമയത്ത് 4 അക്ഷരം പഠിച്ച് ഒരു ജോലി ഉണ്ടാക്കാൻ നോക്കും. ടോട്ടൽ ഇൻകം भाई पढ़ाई, study is the key to success भाई. If you have passed, if you have become something ना, बंद कर देगा मुंह सबके. पढ़ो 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 पढ़ो. This is going very great. എന്തായി മക്കളെ റിസൾട്ടിന്റെ കാര്യമൊക്കെ? വന്നിട്ടില്ല, ഇപ്പൊ വരും. അല്ല, ഇത് കഴിഞ്ഞാൽ എന്താ പ്ലാൻ? ओ यार, this is वाड़ा भाई. वो लोग भी एक बार फेल होते हैं, पता है ना? मेरे को लग रहा है ये लोग भी फेल हो जाएंगे सब. UK പോവാൻ നിൽക്കുന്ന UK. ജോലിയും ചെയ്യാം, കാശും കിട്ടും. നല്ല രസമാ. But finger cross. അപ്പൊ നീ UK പോണത് കാര്യമായിട്ട് പറഞ്ഞാണല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല. ഓ ആയിക്കോട്ടെ. പിന്നെ റിസൾട്ട് വന്നാൽ പെട്ടെന്ന് അറിയിക്കണം. ഞാൻ ഫ്ലെക്സ് കടയിൽ പോയിട്ട് വരാം. നോക്ക്. പിന്നെ ഓ ഫോട്ടോയുടെ ക്ലാരിറ്റി ഒട്ടും കുറയണ്ട. ഇല്ല, സൈസും കൂട്ടിക്കോ എന്റെ. അതൊക്കെ ഞാൻ ചെയ്തോളാടാ. നിങ്ങളൊക്കെ അടിപൊളിയാണെന്ന് നാട്ടുകാരെ അറിയട്ടെ. ओ तो लोग बैनर लगाने वाले हैं भाई. ഞാൻ എന്തായാലും ജയിക്കും. അതെ, എടാ ഞാൻ തോക്കുന്ന ഡൗട്ട് ഉണ്ടാ.
അത് പരീക്ഷയ്ക്ക് മുന്നേ ഇരുന്ന് ആലോചിക്കണമായിരുന്നു. ഇരുന്ന് പഠിക്കണമായിരുന്നു. ആര് ജയിച്ചാലും തോറ്റാലും ഞാൻ കയറി പോവും. എന്നെ തടയാൻ നിൽക്കരുത്. अरे ऐसा क्यों हर्षी? അടിപൊളി. Nice, Think nice. about your friends. You can't do this. भाई तुम लोग सब फेल होने वाले हो यार. मेरे को ऐसा डाउट आ रहा है. ആ, നീ തന്നെ. ഫസ്റ്റ് തോക്കൂ 11 90 So വന്നോ? 228 കർത്താവേ. what are the result? मैंने इसका चेक അജും പാസ്സായി किया ये वाह देखो. वो प्रिंट करवा रहा था ना. 11 90 225. അമ്മ ഞാൻ ജയിച്ചു ചേട്ടാ. Alan please. ജയിച്ചടാ भैया ये फर्स्ट टाइम में ये क्या हो रहा है ये? Oh God. ഞാൻ ജയിച്ചു നിന്റെ വാ. Our boys are getting past. 11 11 90 90 235. भाई. Oh God. എന്താ എന്ത് തോറ്റ്. वो सिर्फ मतलब हर्षी. तीन सब्जेक्ट. 3 सब्जेक्ट पे ഇതെങ്ങനെ സംഭവിച്ചു? നീ നിന്റെ ഫോണിൽ നോക്കിയേ. നിന്റെ ഫോണിലൂടെ നോക്കണല്ല. എടാ ഏത് സ്ഥാനത്ത് നോക്കിയാലും തോറ്റതല്ലേ. അയ്യേ, ഉമ്മച്ചി ഇതറിഞ്ഞ ഉമ്മന്റെ കവാലടിച്ച് തിരിക്കും. നിന്റെ ഷോ കാരണമാണ് നീ ഇനി നിന്റെ നോക്കിയാണ് നോക്കങ്ങോട്ട് എന്റെ पर मुझे लगा था हर्षी पास हो जाएगा यार. मेरे को ऐसा लग रहा था. He had prepared भाई. Preparing अच्छे से चल रही थी. തോക്കണേടാ. ഒന്ന് ചുമ്മാ അതിരി കാണിച്ചതേ Oh God. Oh God. Please fail him. Oh God, this is so bad. I'm not like this. बेचारा वही ककेला ഇത് നമ്മുടെ വിജയം, നമ്മുടെ മഹത്തായ വിജയം. बुरा लग रहा है ഞാൻ ജയിച്ചു ചതിച്ചല്ലേ? ആര് ഞാനത് ചതിച്ചല്ലേ നീയൊക്കെ? ആശ്ര നീ ഒന്ന് സമാധാനപ്പെടാ. നമുക്ക് അടുത്ത വർഷങ്ങളിൽ എഴുതിയെടുക്കാം. നീ കഴിവുള്ളവനല്ലേ നീ എഴുതി കിട്ടും ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ഈ പ്രോത്സാഹനം എനിക്ക് താ. ഞാൻ തോറ്റ് തെറിച്ച് नहीं भाई, लेकिन मेरे को एक्चुअली होप आ रहा है क्योंकि तीन ही सब्जेक्ट में फेल हुआ ना. ഞാനില്ല. നിങ്ങൾ What if next year you passed भाई? പോവും. हैं? Alan, ഞാൻ പോവും. तू जा भाई, तू जा चलेगा. ഞാനും പോവും. अजिन तू भी चले जा. लेकिन Alan भाई एलन तो सबसे क्लोज അടിപൊളി फ्रेंड है ना. Everybody friends. ആ മോനെ ഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടെ. Flex banner huh? ഫസ്റ്റ് കാരണ ഫ്ലെക്സ് നിങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അടിച്ചാ മതിയായിരുന്നു അതെന്താടാ നീ പിന്നെയും തോറ്റാ? ഞാൻ തോറ്റില്ല ഞാൻ ജയിച്ച് പിന്നെന്താടാ? അച്ഛാ അതെ ഹാഷർ തോറ്റുപോയി. Ashir. देखो वो भी बुरा लग रहा है. വകുപ്പുണ്ടാക്കാം. ശരി അച്ഛാ. We'll find a क्या बहुत अच्छी है भाई उसको मिटा देंगे ना तुम लोग. वही, लेकिन मिटाएंगे कैसे? भाई नाइस ट्रांजिशन भाई. यूके जाने वाले वो लोग भाई. नाम के साथ पूरा फोटो भी कटा दिया. എഴുതിയെടുത്തിട്ട് നമുക്ക് അടുത്ത വർഷം ഒരുമിച്ച് യുകെക്ക് പോവല്ലേ? ഓ വേണ്ട, ഞങ്ങൾ എന്തായാലും കയറിപ്പോവും. നീ എഴുതിയെടുത്ത് അങ്ങ് വന്നാ മതി. ഒരു വർഷം പോയിട്ട് ഒരു മാസം പോലും ഇനി कैसे दोस्त हो यार तुम. പ്രതീക്ഷയൊന്നുമില്ല. അതെ ആകെ 3 വിഷയല്ലേ You പോയോ? can't leave him. വിഷയാക്കേണ്ട കാര്യമുണ്ട്. ആകെ ഉള്ളത് 6 വിഷയം. അതിലൊരെണ്ണം മലയാളമായിരിക്കും. അതിപ്പോൾ ഞാൻ എഴുതിയാലേ A+ അടിക്കൂലേ. അതുകൊണ്ട് അത് വിട്. ബാക്കിയുള്ള 5 വിഷയത്തെ 3 എണ്ണം പൊട്ടിച്ചിട്ട് ഇന്ന് വർത്താനം പറയുന്നോടാ. എന്തൊക്കെ ബഹളമായിരുന്നു അവന്റെ ഒരു ഊക്കേ പോക്ക്. എന്നിട്ട് ഊക്കേ പോയല്ലോ. നിന്റെ ഉമ്മ ഇവിടെ അരിമണി കൂട്ടണ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് നീയൊക്കെ ഇവിടെ ജീവിക്കുന്നത്. അല്ല നിന്റെ ബാപ്പ ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇവിടെ നിന്ന് പോയത്. അവന്റെ ഒരു ഊക്കേ. UK നല്ല സ്ഥലമാണ് അപ്പച്ചി. പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാനും പറ്റും. പിന്നെ അവിടെ രാത്രി കുറവാ, പകലാ കൂടുതൽ.
18 മണിക്കൂർ പകലായിരിക്കും. അപ്പൊ എനിക്ക് കൂടുതൽ നേരം ഇരുന്ന് പഠിക്കാനും പറ്റും. ഓ 18 മണിക്കൂർ ഇരുന്ന് പഠിക്കുവോ? ആ ഇവിടുത്തെ പകല് പഠിച്ചിട്ട് കാര്യം कुछ पढ़ने नहीं वाला ये बंदा, ये जाके मजे करेगा. I don't believe him, brothers. I don't believe him. അതിപ്പോ കഞ്ചാവ് കേസിൽ പിടിച്ചകത്ത് പോയാലും നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഇവനെ വിടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഇത് വാടക വീടായി പോയില്ലേ? ഉടമസ്ഥനോട് കൂടി ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ മോശമല്ലേ? കൈക്ക് मान गया भाई. कैसे? എനിക്ക് ഇപ്പൊ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നടാ നിന്നെ. നീ അപ്പൊ UK പോയിന് എന്ത് ചെയ്യൂടാ? മിസ് ചെയ്യണ്ട, ഞാൻ പോവും UK. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ പോവും. വിനായകെ, അജിനെ, അല പോലേടാ. അല പോവും അല പോവും. വിനായകെ, അജിനെ, അല പോലേടാ. Oh God, I'm feeling bad for Arjun. UK പോവും. പോലേടാ. എനിക്ക് ഈ നാട്ടിക്കാൻ വയ്യ. जरा सा यार उसके सामने थोड़ा सा मतलब ये कर लो ना कि ठीक है अर्शी, you will be fine. Just motivate him यार. इतने brutal कैसे हो सकते हो? വിനായകെ, അജിനെ, അല പോലേടാ. ഹലോ ഹലോ ഹലോ. എനിക്ക് വയ്യ എളിയോടെ ഒറ്റയ്ക്ക് നിൽക്കാൻ. നാട്ടുകാരെല്ലാം Can't stay alone. ഞാൻ മാത്രം Exactly भाई, तुम लोग के अलावा वो कौन है उसका? ഞാൻ പോവും. ഇനി ആരൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. മരിച്ചു പോയതിന്റെ വാപ്പ വന്നിട്ട് പോണെന്ന് പറഞ്ഞാൽ അച്ഛനെ ഞാൻ UK പോവും. പോവും. अभी थोड़ा हार्श हो रहा है. എന്റെ പൊന്നാശിറ ഒന്ന് കിടന്ന് ഉറങ്ങട്ടോ. വെച്ചിട്ട് പോടാ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരും. കൈതട്ടി കട്ടായി പോലടാ. മനഃപൂർവ്വമല്ലല്ലോ. പോലേടാ. പോവും പോവും പോവും. നീ ആ സപ്ലി बचाऊंगा. जो करना है वो कर लो. I don't care. ശരി, ഞാൻ ഡോക്ടറോട്ട് ആദ്യം നിന്റെ അച്ഛന്റെ ചൊറി മാറ്റി കൊടുക്കാൻ. ഞാൻ ചൊറി. ശരി ശരി ശരി. डैडी का इलाज करूंगा. 25,000 രൂപയെങ്കിലും ഇല്ലാതെ പോകാൻ പറ്റുമോ? 25,000 രൂപയാ? എന്തിനെനിക്ക് UK ചെന്നിട്ട് കപ്പലിന് വിട്ടായി മേടിച്ചു തന്നെയാ? എന്റെ ഉമ്മ ലക്ഷങ്ങളുടെ പരിപാടിയാണ്. എനിക്ക് ആരെങ്കിലും കടം മേടിച്ച് തന്നേ പറ്റൂ. ഞാൻ അവിടെ ചെന്ന് പൈസ വീട്ടിൽ ऐसे कैसे बात कर रहा है? She's your mother. ലക്ഷങ്ങൾ കടം തരാൻ നമുക്ക് ആരായിരിക്കുന്നേ? कुछ तो रास्ता होगा ना. अरे फिर वो बात कैसे कर रहा है? ഉമ്മ ഇപ്പൊ എവിടെ ഉണ്ട്? ഓ എന്റെ ചുന്ദരി ഉമ്മ. ഉമ്മ എന്തിനാ ഓട്ടോ വന്നാ? ഒരു ഊബർ വന്നോടായിരുന്നാ? Oh God, नानी सब कर देगी भाई. ആ ബെസ്റ്റ്. ഉമ്മ വാ. തള്ളേം തന്തേം വിളിച്ചില്ലെങ്കിൽ നീയെങ്കിലും എന്നെ ഓർത്തല്ലോ. UK പോകുന്ന വിവരം മോൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നു. ഉമ്മ അറിയില്ലായിരുന്നടാ. ചുന്ദരിയുടെ ആ പഴയ ഗ്ലാമർ ഒക്കെ അങ്ങ് പോയി. ഒന്നും കഴിക്കുന്നില്ലേ? क्यूट है ऐसे इसकी गिरी. എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരാ? Savage दादी आ गई भाई. ഞാൻ UK പോയാലും ഉമ്മ ഇവിടെ തന്നെ താമസിക്കണം. ഒരുപാട് ദിവസം താമസിക്കണം കേട്ടാ. കഞ്ചാവ് ചേർക്കൻ്റെ ഉച്ച കയറിയോ? ഇതാണ് ഉമ്മയുടെ റൂം. Friday's brain. Oh God. क्या सोचता है ये? No, उसका gold. സ്നേഹിക്കട്ടെ. പിന്നെ भाई थोड़ा दूर है. ठीक है तेरी दादी, समझ गया मैं. दूर है थोड़ा. മാല പുതിയതാ. 20 സെന്റ് എഴുതി കൊടുത്തപ്പോ ഉമ്മ अभी तो ये तारीफ करे. ഇപ്പം വള 4 പഴയത് എല്ലാം കൂടി ഒരു 7-8 പവൻ കാണും അല്ലേ സുന്ദരി? ബാക്കി എവിടെ പോയി? 23 പവനും 2.5 ഗ്രാമും. 23 പവൻ അപ്പത്തെ കൈ. दादी प्लीज अपने सोने को बंद करके रखो. दूर रहो इससे. अरे कितना दबाएगा ചേട്ടൻ നിന്റെ പുഴുത്ത നാം കൊണ്ട് എന്നെ അങ്ങനെ വിളിക്കരുത്. 14 വർഷമായി ഇവൻ ഈ വീടിന്റെ പടി ചവിട്ടിയിട്ട്. ഇപ്പൊ കേറി വന്നിരിക്കുന്നു സഹായം ചോദിച്ചോണ്ട്. നാണമില്ലാത്ത നാറി. ഈ വീട്ടിൽ കയറി പോകാരെന്ന് നിങ്ങൾ തന്നെയല്ലേ അത് ഞാനാ പറഞ്ഞത്. ഇവനെ ഈ വീട്ടിൽ കേട്ടില്ലെന്ന് വെച്ച് ആരും ഒരു കുറ്റവും പറയത്തില്ല. ആവശ്യത്തിന് ഉപയോഗിക്കാനല്ലേ സ്വത്തും പണമൊക്കെ. അന്നെൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കാശില്ലാത്തതുകൊണ്ടാ ഞാൻ വസ്തുവിൻ്റെ വീതം ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നോ? അന്ന് എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ അവളിപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നേനെ. ഓ, ഇന്ന് അതുപോലെ ഒരു ആവശ്യം വന്നോണ്ടാ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നത്. എനിക്ക് ചോദിക്കാനായിട്ട് എൻ്റെ എന്ന് പറയാൻ ഇനി വേറെ ആരുമില്ല. ഈ തവണയെങ്കിലും എന്നൊന്ന് സഹായിക്കണം. ഈ കള്ളം കഞ്ചാവ് അടിച്ചെടുക്കുന്ന ചെറുക്കിന് വേണ്ടി തിണ്ടാൻ നിനക്ക് നാണമില്ലടാ. ഇവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യം. അതെങ്ങനെയാ നിന്റെ അല്ലേ വിത്ത്? എങ്ങനെ ഗുണം പിടിക്കാനാ? അതെ, കാര്യം ശരിയാണ്. നിങ്ങളെന്റെ ചേട്ടനാണ്.
എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, പക്ഷെ എന്റെ മോനെ പറയരുത്. അതെനിക്ക് സഹിക്കൂല. നിങ്ങളുടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണ്ട. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഇവനെ കയറ്റിവിടും. നിങ്ങൾ കണ്ടു. बेचारा बाप. Oh God, यार. वो भी इसको He will not study. मेरे को पूरा यकीन है. They'll go to UK and they'll not study. നല്ലത് പുറത്തു പോകുന്ന തന്നെ. അതെ അതെ, പക്ഷെ ഈ പൈസയുടെ കാര്യത്തിലാണ് ഒരു അത് നോക്കാം. നീ എവിടാ? പുറത്തിറങ്ങിയതാ. എന്താ? ഇവിടെ ഒരുത്തിന് പുറത്തു പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അച്ഛൻ അങ്ങോട്ട് കയറ്റി വിടാൻ തീരുമാനിച്ചു. എന്തിന്? ഇവിടെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവന് UK പോണോ? UK പോകാനുള്ള കാശ് അച്ഛനെടുത്ത് വെച്ചിട്ടുണ്ടോ? അവിടെ പെട്ടെന്ന് കയറാൻ പറ്റി എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഏർപ്പാടാക്കാം. Oh God. വിസ വന്ന മര്യാദക്ക് കയറിപ്പോയിക്കോളണം. ഞാനൊരുത്തൻ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുടുംബം വഴിക്കാക്കുന്നത്. മനസ്സിലായ? नहीं, ये इसका फादर ठीक नहीं लगता है मेरे को हमेशा. അങ്കിളിനെ വിളിച്ച് പറഞ്ഞോളാം. നീ ഇങ്ങോട്ടൊന്നും വരണ്ട. Jin, don't even think to come here. Just study there. നീ നോക്കിയിരുന്നു ദുബായ് എങ്കിൽ ദുബായ്. I wonder. Oh no. एक फ्रेंड गया. Ajay, they are falling apart, yaar. I don't like this.